പ്രതി എന്താണ് നാട് വിടാതിരുന്നത്? അവിടെ തന്നെ ഈ അത്രയും ക്ലോസ് ആയിട്ട് നിൽക്കാൻ കാരണം അയാൾക്ക് പിടിക്കപ്പെടത്തില്ല എന്നുള്ള ഒരു വിശ്വാസം ഉണ്ടായിരുന്നു. അയാൾ പറയുന്നുണ്ട് അതിനാണ് അയാൾ ഇത്രയും ചെയ്തത്. കാരണം ഇത്ര പ്ലാൻഡ് ആയിട്ട് അയാൾ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റില്ലല്ലോ. എങ്ങനെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും? വണ്ടി എങ്ങനെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും? നമ്മൾ പിടിച്ചത് വീട്ടിൽ നിന്നാണ്, അയാളുടെ വീട്ടുമുറ്റത്തു നിന്നാണ് ഞാൻ കേട്ടത്. അത് ഞാൻ അതാ പറഞ്ഞത്. ഞങ്ങൾ വളരെ നല്ല രീതിയിൽ വളരെ കൃത്യമായിട്ട് ഓരോ ഇഞ്ചും, അതാണ് പല പ്രാവശ്യവും ഞങ്ങൾക്ക് എടുത്ത് പലതും പറയാൻ പറ്റും. അയാൾ ഷോക്ക്ഡ് ആയി പോയെന്നാണ് ഞങ്ങൾക്ക് ഫീൽ ചെയ്തത്. ഷോക്ക്ഡ് ആയിപ്പോയി. കാരണം അയാൾ പിടിക്കപ്പെടുമെന്ന് വിചാരിച്ചില്ല. കാരണം അയാൾ വലിയ നിലയിൽ വലിയ വീടൊക്കെ വെച്ച് നാട്ടുകാരുടെ എല്ലാം മുമ്പിൽ വലിയ ആളായിട്ട് ജീവിക്കുന്ന ഒരാളാണ്. അയാളുടെ വീട് കണ്ടല്ലോ നിങ്ങൾ, വലിയൊരു വീടാണ്, വലിയ സൗകര്യമായിട്ട് ജനങ്ങളുടെ മുമ്പിൽ അയാൾ വലിയ ആളായിട്ട്. കാരണം ഭാര്യ പുറത്താണ്, വലിയ ജോലിയുണ്ട്. അയാൾ ആക്ച്വലി ഞെട്ടിപ്പോയി. അയാൾ തന്നെ പറയുന്നുണ്ട് ഞാൻ ഒരിക്കലും എന്നെ പിടിക്കുമെന്ന് വിചാരിച്ചില്ലെന്ന് പറയുന്നത്. അല്ലെങ്കിൽ അയാൾ പട്ടാപ്പള്ളി ഉച്ചയ്ക്ക് ശേഷം നിങ്ങളുടെ ടീം ഈ പരിസരത്തെല്ലാം കറങ്ങുന്നുണ്ട്. അപ്പോൾ പ്രതി സ്വാഭാവികമായി കണ്ടിട്ടുണ്ട്. പ്രതിയുടെ വീട്ടിൽ നിന്ന് കുടുംബസമ്മേളനം നടന്നിരുന്നു പറഞ്ഞു. അയാളുടെ വീട്ടിൽ കുടുംബസമ്മേളനം ഉണ്ടായിരുന്നു. അയാൾ പിന്നെ പത്രത്തിലല്ല, അയാൾ പറയുന്നത് ഫോണിൽ അയാൾ വാർത്ത കണ്ടു. അയാളുടെ ഫോണിൽ തന്നെ അയാൾ ഈ എല്ലാ ചാനൽ വാർത്തകളും അയാൾ കണ്ടതായിട്ട് അയാൾ പറയുന്നുണ്ട്. അപ്പം അപ്പോഴും അയാളുടെ ധാരണ അയാളെ പിടിക്കില്ല എന്നുള്ളതാണ് അയാളുടെ ഒരു വിശ്വാസം. അല്ലെങ്കിൽ അയാൾ നിൽക്കത്തില്ലല്ലോ. അയാൾ വളരെ പ്ലാൻ ചെയ്തതാണ്. പിടിക്കപ്പെടത്തില്ല. കാരണം ഐഡൻറ്റിഫൈ ചെയ്യാനുള്ള ഒരു വഴി അയാൾ കൊടുത്തിട്ടില്ല. വണ്ടിക്ക് ഐഡൻറ്റിഫിക്കേഷൻ കൊടുത്തിട്ടില്ല. സാധാരണ പിടിക്കുന്നത് വണ്ടി ഐഡൻറ്റിഫിക്കേഷനും ആൾ ഐഡൻറ്റിഫിക്കേഷനുമാണ്. അതിനാണ് ഈ ഡബിൾ ഗാർഡ് എടുത്തത്. അതായത് അയാൾ നോക്കുക, ഇതിൽ എവിടെങ്കിലും അയാൾ ആ ഹെൽമെറ്റ് ഊരിയിട്ടില്ല. ഡ്രസ്സ് മാറുന്ന സ്ഥലത്ത് ഹെൽമെറ്റ് ഊരിയിട്ടില്ല. അയാൾ മിറർ റിമൂവ് ചെയ്ത സമയത്ത് അയാൾ ഹെൽമെറ്റ് ഊരിയിട്ടില്ല. ഒരിടത്ത് പോലും ഊരിയിട്ടില്ല. ഇത് പോലീസിൻ്റെ, ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ ഒരു പ്രൊഫഷണലിസം ഉണ്ട്. പിന്നെ പോലീസിൻ്റെ ഇന്ന് പോലും സീനിയർ ഓഫീസർ DIG സാർ ഇന്ന് തൃശ്ശൂർ വന്നു. ഞങ്ങളെല്ലാവരും സീനിയർ ഓഫീസേഴ്സ് രാവിലെ ഉച്ചയ്ക്കും വൈകുന്നേരമൊക്കെ വിളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു തിരുവനന്തപുരത്ത്. ഞങ്ങൾ ഇന്ന് മാത്രമാണ് ഞങ്ങൾ ഇല്ലയോ നിങ്ങളെല്ലാം വിളിക്കുമ്പോഴൊക്കെ ഞങ്ങൾ കറക്റ്റ് ട്രാക്കാണ്. കാരണം ഞങ്ങൾക്ക് 100% ഉറപ്പുണ്ടായിരുന്നു പിടിക്കാൻ പറ്റുമോ. 100% ഉറപ്പുണ്ടായിരുന്നു. അത് കാരണം ഞങ്ങൾ ആ രീതിയിലുള്ള വർക്കാണ് ചെയ്തത്. പിന്നെ ഇതേ സമയം ഇന്നും ഞാൻ പോയി. ഞങ്ങളുടെ ടീം ബാങ്കിലും ഉണ്ട്. അപ്പോൾ ഞങ്ങൾ എല്ലാ തരത്തിലും വർക്കും ചെയ്തു. കാരണം ബാങ്കിൽ വരാൻ സാധ്യതയുള്ള സ്റ്റാഫ്, ബാങ്കിൽ ഞങ്ങളുടെ കാൽക്കുലേഷൻ എല്ലാം കറക്റ്റാണ്. ഇയാൾ 3 ദിവസം മുമ്പ് ബാങ്കിൽ വന്നു. ഞങ്ങൾ 3-4 ദിവസം മുമ്പ് ഇയാൾ ബാങ്കിൽ വന്നിട്ടുണ്ട് ഇതെല്ലാം കാണാൻ വേണ്ടി. ഒരു ATM കാർഡുമായിട്ട് ATM കാർഡിൽ വർക്ക് ചെയ്യാത്തൊരു ATM കാർഡ് കൊണ്ട് ഇട്ടിട്ട് അത് കേടാന്ന് പറഞ്ഞ് ഇയാൾ അകത്ത് കയറി. അപ്പം ഇതൊക്കെ ഞങ്ങളുടെ എക്സ്പയർ ചെയ്ത ATM കാർഡുമായിട്ട് അയാൾ വന്നിട്ട്, അപ്പം കൃത്യമായിട്ട് ഞങ്ങൾക്കറിയാം ഇയാൾ ഉറപ്പായിട്ട് നേരത്തെ വന്നിട്ടുണ്ട്. ഞങ്ങൾ ആദ്യം ചെയ്തത് ആ ബാങ്കിലെ ലാസ്റ്റ് 15 ദിവസത്തെ അവരുടെ ഫുട്ടേജ് ഉണ്ടല്ലോ, അവരുടെ CCTV ഫുട്ടേജ് ഞങ്ങൾ എടുത്ത് പരിശോധിച്ചു. അപ്പോൾ അതൊക്കെ ഞങ്ങളുടെ ചില തുമ്പുകളാണ്. അത് ഞാൻ പറഞ്ഞല്ലോ, ചില കാര്യങ്ങൾ ഞങ്ങളിപ്പോൾ പറയുന്നില്ല. ബാധ്യത ഒരുപാടുണ്ട്. അയാൾ പലത് പറയുന്നു, അതൊക്കെ ഇനി വെരിഫൈ ചെയ്യണം. അയാൾ കുടുംബമായിട്ടാണ് താമസിക്കുന്നത്. ഭാര്യ പുറത്താണ്, മക്കളൊക്കെ ഉണ്ട്. അല്ല, വഴിത്തിരിവ് ഞങ്ങൾ അന്നന്ന് നിങ്ങൾ നോക്കൂ. ഇന്ന് രാവിലെ ഞങ്ങൾ വീഡിയോ കോൺഫറൻസ് നടത്തി. ഇന്നലെ വൈകുന്നേരം ഞങ്ങൾ VC നടത്തി. ഇന്നലെ രാവിലെ VC നടത്തി. ഇന്ന് രാവിലെ ഞാനിവിടെ വന്നു. ഞാൻ ഈ സ്റ്റേഷനിൽ വന്നു. ഞങ്ങളുടെ സീനിയർ ഓഫീസേഴ്സ് എല്ലാം തന്നെ ഓരോ ദിവസവും ഇങ്ങനെ വിളിച്ച് എൻ്റെ പ്രോഗ്രസ് എല്ലാ സപ്പോർട്ടും എന്ന് പറഞ്ഞാൽ ഈ ഒരു ടവർ അല്ലെങ്കിൽ കോൾ ഡീറ്റെയിൽസ് എന്നൊക്കെ പറയുന്നതൊന്നും അങ്ങനെ വെറുതെ എടുക്കാൻ പറ്റത്തില്ല. തിരുവനന്തപുരത്ത് സംസ്ഥാന പോലീസ് മേധാവി ഓർഡർ തന്നാൽ മാത്രമേ നമുക്കൊരു ഇതൊരു കൂട്ടായ വർക്കാണ്. പോലീസുകാരുടെ ഒരു ഹാർഡ് വർക്കാണ്.